ആരാധ്യരെ, നിങ്ങൾക്കേവർക്കും തിരുവനന്തപുരം ഭരതക്ഷേത്രയുടെ പ്രണാമം. പ്രകാശ ക്രമീകരണങ്ങളാൽ രംഗങ്ങൾ ഓരോന്നും ഒരുക്കിയിരിക്കുന്നതിനാൽ വേദിയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ പ്രകാശങ്ങളും ദയവായി ബന്ധപ്പെട്ടവർ അണച്ചു തരിക. ഭരതമുനിയുടെ ഹൃദയ തൂലിക എഴുതി വച്ച കലശാസ്ത്രമായി അതിനൊരാമുഖമാകുവാൻ ഭരതക്ഷേത്രയൊരുങ്ങുകയായി. ഭരതമുനിയുടെ ഹൃദയ തൂലിക എഴുതി വച്ച കലശാസ്ത്രമായി അതിനൊരാമുഖമാകുവാൻ ഭരതക്ഷേത്രയൊരുങ്ങുകയായി. ഭാവരാഗവും താളവും ഒന്നു ചേരുമീ വേദിയിൽ, ഭാരതീ ദേവി വന്നു ചേരുവാൻ കൈവണങ്ങുന്നു ധന്യരായി. അൻപെഴുന്നൊരീ മണ്ണിൽ ഭരതതൻ ഗീതമാകണം. ഭരതക്ഷേത്ര 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 ഭരതക്ഷേത്ര. പണ്ഡിതന്മാരുടെ പണ്ഡിതൻ, സമസ്ത വേദങ്ങളിലും പ്രാവീണ്യം തെളിയിച്ച മഹാൻ മാന്യ ശ്രീ പണ്ഡിത രാമകൃഷ്ണൻ ഇതാ വിജയനഗര സാമ്രാജ്യത്തിലെ വിദ്വൽ സദസ്സിലെ അഷ്ടദിഗ്ഗജങ്ങളിൽ പ്രമുഖനായി എഴുന്നള്ളുന്നു. പണ്ഡിതരാമൻ രാമാ, രാമാ, ഈ കണ്ടതൊക്കെ സ്വപ്നമായിരുന്നു. രാമാ. ആ ദേവയ്യനോ, എത്ര സുന്ദരമായ സ്വപ്നമായിരുന്നു. സ്വപ്നമോ? സ്വപ്നം മാത്രമായിരുന്നില്ല ദേവയ്യ. വിജയനഗര സാമ്രാജ്യത്തിലെ വിദ്വൽ സദസ് അലങ്കരിക്കുക എന്ന നമ്മുടെ അടങ്ങാത്ത ജീവിതാഭിലാഷം. നിന്റെ ഒരു സ്വപ്നം ഇന്ന് നിന്റെ വിവാഹ നാളല്ലേ? ഓർമ്മ വെച്ച നാൾ മുതൽ ഇണപിരിയാത്ത നെടുമാംഗല്യത്തിന്റെ സ്വപ്നവും പേറി നിന്റെ അർദ്ധാംഗിയാകുവാൻ തപമിരിക്കുന്ന സന്ധ്യാമയ്യെ നീ മറന്നോ രാമാ? ദേവയ്യ, മറന്നതല്ല. നിന്റെ ഒടുക്കത്തെ സ്വപ്നം തകർത്തത് ഒരു കന്യകയുടെ ജീവിതമാണ്. വിവാഹ മുഹൂർത്തമെടുത്തിട്ടും വരനെ കാണാതെ വരണമാല്യവുമായി കണ്ണീർ വാർത്ത് നിലം പറ്റി തളർന്നു കിടക്കുകയാണ് സന്ധ്യാമയി. ഒരു കന്യാശാപം കൂടി. മനഃപൂർവ്വമല്ല ദേവയ്യ, ചതിച്ചതുമല്ല. പിന്നെ ദേശാടനം കഴിഞ്ഞ് ഇന്നലെ മടങ്ങി വരും വഴി തുംഗഭദ്ര കരകവിഞ്ഞൊഴുകുകയായിരുന്നു.
നേരം ഇരുട്ടിയതിനാൽ കടത്തുകാരനെ കണ്ടതുമില്ല. നേരം പുലർന്നതും വളരെ ശ്രമപ്പെട്ട നീന്തിക്കയറി ഇവിടെ എത്തിയത്. ഈറൻ പിഴിഞ്ഞ് ക്ഷീണമകറ്റാൻ ഒന്ന് കിടന്നത് മാത്രം ഓർമ്മ. അറിയാതെ മയങ്ങിപ്പോയി. ഇനിയും ശുഭമുഹൂർത്തമുണ്ടല്ലോ. വൈകണ്ട ദേവയ്യ, വരൂ, നമുക്ക് സന്ധ്യാമ്മയുടെ ഗൃഹത്തിൽ വേഗത്തിലെത്താം. കരയരുത് മകളെ. ദേവയ്യൻ അന്വേഷിച്ചു പോയിരിക്കുകയല്ലേ. രാമൻ വൈകാതെ എത്തും. അമ്മേ, ബാല്യം തൊട്ടേ മനസ്സാ വരിച്ച പുരുഷനെ തന്നെ മരണം വരേക്കും സഹധർമ്മം ചരിക്കുവാനായി ലഭിക്കണമെന്ന് എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കില്ലേ? കവിതയും സാഹിത്യവുമായി ദേശാടനം ചെയ്യുന്ന എന്റെ മകനും ആ ബോധം വേണ്ടേ? സമാധാനിക്കൂ. ലക്ഷ്മിയമ്മേ, പണ്ഡിതരാമൻ ഇതാ വരുന്നു. മോൾക്ക് സന്തോഷായില്ലേ? വെൺതാമരയിതലിന്റെ ശുഭ്രതയിൽ കർണികാരപ്പൂവുകൾ നെയ്തെടുത്ത പട്ടുചേലയായി രാമന്റെ ജീവിത സഖിയായി സന്ധ്യാമയി പൂത്തുലഞ്ഞു. ശോണിമ തുളുമ്പുന്ന മുഖകമലത്തിൽ തേൻ നുകരാനെത്തുന്ന ഭ്രമരങ്ങളെപ്പോലെ അവർ പാറിപ്പറന്നു. കൊണ്ടാലിയൊരുക്കി മാനസദേവനായി ഞാനണയും എൻ്റെ ശാരിക പൈങ്കിളിയെ സ്വന്തമാക്കും.
ചാത്തുമ്പോൾ മാലേയ മാംഗല്യത്താലി ഞാൻ നൽകിടാം മായാമയൂരങ്ങൾ മറക്കുട ചാത്തുമ്പോൾ രാഗവിലോലനായി ഞാനണയും താരകരൂപിണിയെ സ്വന്തമാക്കും എൻ്റെ ആരോമലാളെ ഞാൻ പരിണയിക്കും. വെൺമേഘഹംസങ്ങൾ നീന്തി തുടിക്കുന്ന വെണ്ണിലാച്ചോലയിൽ ഞാനണയും. എന്റെ പ്രാണന്റെ പാതി ഞാൻ പകുത്തു നൽകും. അങ്ങയുടെ സാമീപ്യത്താൽ ഞാൻ സകലതും മറക്കുന്നു. ഈ പകലുകൾക്ക് ദൈർഘ്യം പോരാന്നൊരു തോന്നൽ. സന്ധ്യാമയി, ഗന്ധമാദനത്തിലും മാനസ സരസിലും ആടിപ്പാടി ഉല്ലസിക്കുന്ന ഉമാമഹേശ്വരന്മാരെ ഞാൻ ഓർത്തു പോകുന്നു. ദേവാ, അങ്ങയോടൊപ്പം മനസ്സും വപുസുമായി ഞാൻ എന്നും ഇണപിരിയാതെ നിലകൊള്ളും. പൂർവപുണ്യത്തിന്റെ പൊട്ടാത്ത ഒറ്റ ഇഴ പോലെ എന്റെ പ്രാണന് തുല്യം നിന്നെ ഞാൻ സംരക്ഷിക്കും. വരുന്ന മഹാശിവരാത്രി നാൾ കൃഷ്ണാനദിയുടെ തീരെ തരങ്ങേറുന്ന ജലാരതി പൂജയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുവാൻ വിജയനഗര സാമ്രാജ്യത്തിലെ രാജപുരോഹിതൻ തഥാചാര്യ തിരുവടികൾ എഴുന്നള്ളുന്നു. തഥാചാര്യൻ? ഹോ, രാജപുരോഹിതൻ! അദ്ദേഹത്തെ ഒന്ന് ദർശിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയും. ആഗ്രഹമോ? നിനക്കറിയരുതോ, കൃഷ്ണദേവരായ സാമ്രാട്ടിന്റെ അഷ്ടരത്ന വിദ്വൽ സദസ്സിലെ അംഗമാകുക എന്ന എന്റെ സ്വപ്നം. അതിന് രാജപുരോഹിതനെ കണ്ടാൽ എന്തു ഗുണം? നാം രചിച്ച മനോഹര കാവ്യങ്ങളായ പാണ്ഡുരംഗ മഹത്വവും ലിംഗപുരാണവും സമർപ്പിച്ച് അദ്ദേഹത്തിന്റെ സേവകനായിട്ടെങ്കിലും കൊട്ടാരത്തിലെത്തിയേ മതിയാകൂ. അങ്ങയുടെ അഭ്യർത്ഥന അദ്ദേഹം ചെവിക്കൊള്ളുമോ? പിന്നെ തഥാചാര്യന്റെ വാക്കിന് മറുവാക്കില്ലെന്നാണ് കേൾവി. അദ്ദേഹത്തിന്റെ ശുപാർശ ഉണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നം സഫലമാകും. എങ്കിൽ അദ്ദേഹത്തെ സന്ധിക്കാൻ വൈകേണ്ട. അതെ, നാളെ തഥാചാര്യ സംഗമത്തിനായി നമ്മൾ കൃഷ്ണാനദിയുടെ തീരത്തേക്ക്. വിജയനഗര സാമ്രാജ്യം നമിക്കുന്ന രാജപുരോഹിതൻ ശ്രീ ശ്രീ തഥാചാര്യ തിരുവടികൾ.
സ്വാമി, പൂജ നടക്കുന്നത് കണ്ടില്ലേ? ഇപ്പോഴങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. രാജഗുരു പൂജ പൂർത്തിയാക്കി അതുവഴി മറുകരയിലേക്ക് പോയാലോ? നമുക്ക് അദ്ദേഹത്തെ കണ്ടേ തീരൂ. പറ്റില്ല എന്ന് പറഞ്ഞില്ലേ തന്നോട്? തടുക്കരുത്. അദ്ദേഹത്തോട് ഒരു സുപ്രധാന കാര്യം ഉണർത്തിക്കാനുണ്ട്. സ്വാമി, വിട്. സ്വാമി, നമ്മെ രക്ഷിക്കൂ, നമ്മെ രക്ഷിക്കൂ. സ്വാമി, മാറി നിൽക്ക്. നമ്മെ തൊട്ടുപോകരുത്. നമ്മെ അപായപ്പെടുത്തി കൊല്ലാനാണല്ലേ നിന്റെ ശ്രമം? അയ്യോ, മനഃപൂർവ്വമല്ല, ഒരു കയ്യബദ്ധം പിണഞ്ഞതാണേ. നമ്മോട് ആഭാസം പ്രവർത്തിച്ച ധിക്കാരി ഇവനാര്? പണ്ഡിതന്മാരുടെ മഹാപണ്ഡിതനായ ഈ തഥാചാര്യന്റെ മുന്നിൽ നിൽക്കാൻ എന്ത് യോഗ്യതയാണ് ഇവനുള്ളത്? നിന്നെ ഇവിടെ ആരാ ക്ഷണിച്ചത്? അങ്ങയെ മുഖം കാണിക്കാൻ വന്നതാ. അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിക്കാൻ ശ്രമിച്ച വേളയിൽ അറിയാതെ സംഭവിച്ചു പോയൊരു കൈപ്പിഴ. മാപ്പേകി അടിയനോട് ക്ഷമിച്ചാലും. നിന്നോട് നാം ക്ഷമിക്കാനോ? രാജാ കൃഷ്ണദേവരായർ പോലും നമ്മുടെ വാക്കിനെ അക്ഷരം പ്രതി അനുസരിക്കുന്നു. അനുവാദം ഏതുമില്ലാതെ ഈ രാജപുരോഹിതന്റെ അടുക്കൽ വരാൻ നിനക്കാരാ ധൈര്യം തന്നത്? ആരാണ് നീ? പണ്ഡിത രാമകൃഷ്ണൻ എന്നാണ് അടിയന്റെ നാമം. തെനാലിയിൽ നിന്നും വരുന്നു. കാവ്യരചനയാണ് അടിയന്റെ കർമ്മമണ്ഡലം. ഒരു ശുപാർശ തേടിയാണ് അടിയൻ അങ്ങയുടെ അടുക്കലെത്തിയത്. ശുപാർശയോ? അതെ, മഹാരാജ കൃഷ്ണദേവരായരുടെ കൊട്ടാര സദസ്സിൽ ഒരു അംഗമാകാൻ അടിയൻ കൊതിക്കുന്നു. അവിടുന്ന് കനിഞ്ഞ് അങ്ങ് അരജനോട് നിർദ്ദേശിച്ചാൽ അടിയന്. കുഴിയാനയ്ക്ക് ഐരാവതമാകാൻ മോഹം, കാട്ടാളന് കാമദേവനാകാൻ മോഹം. അതിമോഹമാണ് രാമ, അതിമോഹം. ജനിക്കുന്നവന്റെ ഇച്ഛയ്ക്കൊത്ത് എപ്പോഴെങ്കിലും ജനനം നടന്നിട്ടുണ്ടോ രാമ? അവിടുന്ന് അടിയനെ കൈവിടല്ലേ. നമ്മെ അപമാനിച്ച നിന്നെ കരകയറ്റാനോ അനുവദിക്കില്ല നാം. ഈ തഥാചാര്യൻ വിദ്വത്സദസ് അലങ്കരിക്കുമ്പോൾ വിജയനഗരത്തിൽ കാലുകുത്താമെന്ന നിന്റെ വ്യാമോഹം ഇവിടെ ഉപേക്ഷിക്കുക. ഈ തഥാചാര്യൻ വെല്ലുവിളിക്കുന്നു നിന്നെ. നിനക്ക് കഴിയുമെങ്കിൽ വിജയനഗരത്തിൽ ഒന്ന് പ്രവേശിച്ചു നോക്ക്. തൊട്ടുപോകരുതവനെ. ഇവനെ സഹായിക്കുവാൻ ഇവിടെ ആരും വരരുത്. ഈ ഗ്രാമവാസികളോട് നാം പ്രഖ്യാപിക്കുന്നു, ഇവൻ നമ്മെ അപമാനിച്ചവൻ. തഥാചാര്യന്റെ ശത്രുവെന്നാൽ അവൻ വിജയനഗരത്തിന്റെയും ശത്രു. ഈ സമയം മുതൽ ഇവനോട് ആരും യാതൊരു ബന്ധവും പുലർത്തുവാൻ പാടില്ല. എവിടെ രാജഭടന്മാർ? ഇവനെ കയ്യാമം വെച്ച് ഈ തെനാലി ഗ്രാമത്തിൽ നിന്നും നാട് കടത്തുക. ഇത് രാജപുരോഹിതൻ തഥാചാര്യന്റെ കൽപ്പന. പിടിക്കവനെ.
ഇല്ല, കാണുന്നില്ല. അങ്ങോട്ട് നോക്കിയേ. അമ്മേ, അമ്മേ ദേവി, മാതങ്കി ദേവി. രാമ, കണ്ണു തുറന്നാലും. അമ്മേ, മാതങ്കി, ഈ ജീവിതം അവിടുത്തെ ചരണങ്ങളിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ചാലും. രാമന്റെ ആഗ്രഹം വെളിപ്പെടുത്തിയാലും. കോടാനുകോടി ഭക്തർ മാനസ പൂജ ചെയ്യുന്ന മാതങ്കി ദേവിയെ പ്രത്യക്ഷഭാവത്തിൽ കണ്ടതിൽ പരം പുണ്യം എന്താണമ്മേ അടിയന്? ഇതിൽ പരം ഭാഗ്യം എന്താണ്? നിന്നിലെ നിഷ്കാമ ഭക്തി നമ്മെ വല്ലാതെ ആകർഷിച്ചു. വനിതാഭയമൂർത്തിയല്ലേ നാം? മടിക്കേണ്ട. എന്തു വരമാണ് നാം നൽകേണ്ടത്? അടിയനൊരു മോഹമുണ്ടേ. അതിമോഹമാണെങ്കിൽ ക്ഷമിച്ചാലും. പറയൂ രാമ. വിജയനഗര സാമ്രാജ്യത്തിലെ അഷ്ടരത്ന വിദ്വൽ സഭയിൽ ഒരു അംഗമാകാൻ അടിയന് അതിയായ ആഗ്രഹമുണ്ടേ. രാമ, ദാ ഈ തളികകളിൽ ഓരോന്നിലും താങ്കൾക്കായി ഓരോ അനുഗ്രഹങ്ങൾ അടങ്ങിയിരിക്കുന്നു. വലത് കരത്തിൽ തൈര്. ഇത് ഭക്ഷിച്ചാൽ അറിവിന്റെ മഹാസാഗരം നേടാം. ദാ ഈ ഇടത് കരത്തിലെ തളികയിൽ ശുദ്ധമായ പാൽ നിറഞ്ഞിരിക്കുന്നു. ഇത് സേവിച്ചാൽ സമ്പത്തും ഐശ്വര്യവും നേടാം. രാമ, സമ്പത്ത് വേണമോ ജ്ഞാനം വേണമോ? ഇതിൽ താങ്കൾക്ക് ഇഷ്ടമുള്ളത് ഒന്ന് തിരഞ്ഞെടുക്കാം. നീ എന്ത് പ്രവൃത്തിയാണ് ഈ കാണിച്ചത്? ക്ഷമിച്ചാലും ദേവി, ക്ഷമിച്ചാലും. അവിടുത്തെ വലത് തൃക്കൈയിലെ തൈര് മാത്രം ഭുജിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇടത് കരത്തിലിരുന്ന സമ്പത്തിന്റെ ക്ഷീരം ലഭിക്കുമായിരുന്നില്ല. സമ്പത്ത് ജ്ഞാനവും ലഭിച്ചില്ലെങ്കിൽ ജീവിതം അർദ്ധശൂന്യമല്ലേ ദേവി? അടിയന് വിദ്യയും വേണം, സമ്പത്തും വേണം. അത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് രണ്ടും ഒരുമിച്ച് പാനം ചെയ്തത്. അവിവേകം പുറത്ത് അടിയന് മാപ്പേകി വരപ്രസാദം നൽകിയാലും അമ്മേ. സത്യലംഘനത്തിന് ശാപമാണ് ശിക്ഷ. പക്ഷേ അത്യധികം ബുദ്ധിമാനായ രാമന്റെ പ്രവൃത്തിയിലെ ഫലിതം നമ്മെ ആകർഷിച്ചിരിക്കുന്നു. നീ സാധാരണ കവിയല്ല, അസാധാരണനായ വികട കവി കൂടിയാണ്. വികട കവി, ഉദാത്തമായ പ്രയോഗം. നേരെ വായിച്ചാലും കവി, തിരിച്ചു പറഞ്ഞാലും കവി. വികട കവി. രാമ, നിന്റെ ആഗ്രഹം പോലെ സമ്പത്തും ജ്ഞാനവും നൽകി നാം താങ്കളെ അനുഗ്രഹിക്കുന്നു. സർവവേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും മഹത് ഗ്രന്ഥങ്ങളും നീ ഹൃദിസ്ഥമാക്കും. തെനാലി ഗ്രാമം
നിന്നാൽ പ്രസിദ്ധമാകും. തെനാലിരാമൻ എന്ന നാമധേയത്തിൽ നീ ത്രിലോക പ്രശസ്തനാകും. തെനാലിരാമൻ, തെനാലിരാമൻ, തെനാലിരാമൻ. പോയി വരൂ. വിജയനഗര സാമ്രാജ്യത്തിന്റെ അഷ്ടരത്നസഭയിൽ അഗ്രഗണ്യനാകൂ. സർവമംഗളം ഭവന്തു. പ്രിയരെ, പ്രൗഢോജ്വലമായ മലയാള നൃത്തനാടക വിഹായസിൽ കാവ്യകലാ സാങ്കേതിക തനിമയാർന്ന നിരവധി സൂപ്പർ ഹിറ്റ് നൃത്തനാടകങ്ങളിലൂടെ 25 വർഷങ്ങൾ പിന്നിട്ട തിരുവനന്തപുരം ഭരതക്ഷേത്ര ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ പരമശിഖരം തേടുന്ന ഭക്തമനസ്സുകൾക്കായി സമർപ്പിക്കുന്ന രജത ജൂബിലി ഇതിഹാസ മഹാനൃത്തനാടകം ശ്രീ വിശ്വമാതങ്കി. ഗാനങ്ങൾ ചെമ്പഴന്തി ചന്ദ്രബാബു, സിബി അമ്പലപ്പുറം, ഹേമന്ത് കുമാർ. സംഗീതം അനിൽ മാള. ആലാപനം വേണുഗോപാൽ, റോഷ്നി മേനോൻ. വസ്ത്രാലങ്കാരം അജി അപ്സര, ബിജുകുമാർ ഭരതക്ഷേത്ര. പരസ്യകല സാബു കമൽ, വിഷ്ണു. റെക്കോർഡിംഗ് റജി ശ്രീരാഗ്, കരുനാഗപ്പള്ളി. എഡിറ്റിംഗ് ആൻഡ് മിക്സിംഗ് മഞ്ചാടി മീഡിയ, മതിലകം. നൃത്ത സംവിധാനം കോട്ടയം മുരളീകൃഷ്ണ. ഗ്രാഫിക്സ് ആൻഡ് വിഷ്വൽ എഫക്ട്സ് അനൂപ് എരുവ. സ്റ്റേജ് ക്രാഫ്റ്റ് അജിൻ കാനു നിശാന്ത്. കോർഡിനേറ്റർ കൃഷ്ണകുമാർ ഭരതക്ഷേത്ര. രംഗപടം ആർട്ടിസ്റ്റ് സ്റ്റീഫൻ. രംഗമൊരുക്കുന്നവർ രതീഷ് കൊറ്റാമം, ഈശ്വരൻ ചിമ്മണ്ടി, ഷൈജു. സാരഥി അവിട്ടം അനാവൂർ. രംഗത്ത് ജോയ് ബാലരാമപുരം, അനിൽ പെരുമ്പഴുതൂർ, ചടയമംഗലം വേണുഗോപാൽ, അനിൽകുമാർ അരുവിയോട്, KS കുമാർ ഭരതക്ഷേത്ര, സരിത, സുചിത്ര. ശബ്ദപ്രകാശ സന്നിവേശവും സമിതി നിയന്ത്രണവും ബിജുകുമാർ ഭരതക്ഷേത്ര. അവതരണം തിരുവനന്തപുരം ഭരതക്ഷേത്ര, പാറശാല, തിരുവനന്തപുരം 695502. ഫോൺ 9447452855. മറ്റൊരു ഫോൺ നമ്പർ 9495202760. നിർമ്മാണം KS കുമാർ ഭരതക്ഷേത്ര. നാടകരചന പാറശാല ജയമോഹൻ. ദീപ സംവിധാനവും നാടക സംവിധാനവും രാജേഷ് ഇരുളം. മാതങ്കി ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായ തെനാലിരാമൻ തന്റെ ജന്മഭൂമിയായ തെനാലി ഗ്രാമം വിട്ട് കർമ്മഭൂമിയായ വിജയനഗരത്തിലേക്ക് യാത്ര തിരിച്ചു. സിംഹവീര്യ യുദ്ധതന്ത്രജ്ഞനും നിയമപാലകനും പ്രജാക്ഷേമ തൽപരനും കലാകാരനും പണ്ഡിതനുമായ ആര്യാവർത്തത്തിലെ പുകൾപെറ്റ സാമ്രാട്ട് കൃഷ്ണദേവരായർ സാധാരണ ജനത്തെ ഉപദ്രവിച്ച് കൊള്ളയടിച്ച ബീജാപ്പൂർ സുൽത്താനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി വീരയോദ്ധാവായി കൊട്ടാരത്തിലെത്തിച്ചേർന്നു. ബീജാപ്പൂർ സുൽത്താനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ബ്രാഹ്മണി സാമ്രാജ്യത്തിന്റെ ഗർവടക്കിയ ലോകൈക ചക്രവർത്തിക്ക് സ്വാഗതം. എല്ലാം സാമ്രാജ്യ ദേവതയായ മാതങ്കി ദേവിയുടെ കാരുണ്യം.
രാജപുരോഹിതരെ, കൃഷ്ണാരതിക്കായി തെനാലി സന്ദർശിച്ച താങ്കളുടെ വിശേഷങ്ങൾ ഉണർത്തിച്ചാലും. ആ, എല്ലാം മംഗളമായി ഭവിച്ചു തമ്പുരാനെ. അങ്ങയുടെ പേശികൾക്കെന്തോ കുഴപ്പം? ആ, ചെറിയൊരു ക്ഷതം, അത്രയുള്ളൂ. ശ്രീ മഹാദേവനെ ആവാഹിച്ച് കൃഷ്ണാരതി അർപ്പിച്ചുകൊണ്ട് പരമാനന്ദത്തിൽ മുങ്ങിയ വേളയിൽ ശരീരമാസകലം ശിവാനുഗ്രഹം ബാധിച്ച് തെല്ലൊന്നു തറയിൽ വീണുപോയി, അത്രയുള്ളൂ. പിന്നെ അപ്പോഴും ശിവജപം നാം കൈവിട്ടില്ല. ശിവജപം തറയിൽ കിടന്ന് മണ്ണ് നിന്നത് മിച്ചം. അത്ഭുതം! അങ്ങ് ആർജിച്ചിരിക്കുന്ന ശൈവശക്തി അപാരം. സാക്ഷാൽ പരമശിവനെ അകക്കണ്ണാൽ കാണാൻ കഴിയുന്ന അങ്ങയുടെ അതുല്യ സിദ്ധിക്ക് മുന്നിൽ പ്രണാമം. ഈ വിജയനഗര സാമ്രാജ്യത്തിന്റെ മഹോന്നതിക്ക് നിദാനം അങ്ങയുടെ മാർഗോപദേശമാണ്. മഹാരാജൻ, മഹാരാജൻ, ഒരു അടിയന്തര വാർത്ത ഉണർത്തിക്കാനുണ്ടേ. കടന്നു വരൂ. മഹാരാജൻ, മഹാരാജൻ, സാമന്തന്മാർ പാരിതോഷികമായി നൽകി കൊട്ടാരപ്പുരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണക്കിഴികൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. മന്ത്രി സത്തമ, നമ്മുടെ അഭാവത്തിൽ കൊട്ടാരത്തിൽ വീണ്ടും കൊള്ളയോ? ആരാണത്? അത് മറ്റാര്? കാളീചരൻ. പല വേഷം പൂണ്ട് പല രൂപത്തിൽ മായാവിയായി മിന്നിമറയുന്ന കാളീചരനെ ബന്ധിക്കുവാൻ കാവൽ മുഖ്യനോ കാവൽ സേനയ്ക്കോ സാധിക്കുന്നില്ല തിരുമനസേ. കാവൽ മുഖ്യ, എന്താണ് നാം കേൾക്കുന്നത്? അത് അടിയനും സേനയും കഠിനമായി ശ്രമിക്കുന്നുണ്ട് തമ്പുരാനെ. കാളീചരനെ വൈകാതെ പിടികൂടി അങ്ങേക്ക് മുമ്പിൽ എത്തിക്കാം. എപ്പോൾ? വിജയനഗരത്തിലെ മുഴുവൻ നിധിയും കാളീചരൻ കൊള്ളയടിച്ചതിന് ശേഷമോ? മഹാരാജൻ, മതി, നിർത്തുക. അതിര് കാക്കുന്ന അരജന് അരമന കാക്കാൻ അറിയില്ലെന്ന് പ്രജകൾ പരിഹസിക്കുന്നതിന് മുമ്പ് കാളീചരനെ നമ്മുടെ കാൽക്കലെത്തിച്ചിരിക്കണം. വിജയനഗര കൊട്ടാരത്തിന്റെ കാവൽ പ്രമുഖ എന്ന പദവിക്ക് ഇവൻ യോഗ്യനല്ല. ഈ ക്ഷണം ഈ ധനപാലനെ സ്ഥാനഭ്രഷ്ടനാക്കണം തിരുമനസേ. അയ്യോ, അരുത് മഹാരാജാവേ. അടിയന് ഒരവസരം കൂടി നൽകിയാലും. അവസാനമായി 2 ദിനങ്ങൾ കൂടി നാം അനുവദിക്കും. അതിനുള്ളിൽ കാളീചരനെ തുറങ്കിലടയ്ക്കാത്ത പക്ഷം കാവൽ പ്രമുഖന്റെ ശിരസ് ഭണ്ഡാരപ്പുരയിൽ ചേതനയേറ്റു തൂങ്ങും. ആചാര്യ മഹാനുഭാവ, അവിടുന്ന് വലിയവനാണ്. അവിടുത്തെ ഒരു വാക്കുമതി അടിയന്റെ ജീവരക്ഷയ്ക്ക്. അങ്ങ് ഉപദേശിച്ചാൽ എന്തും ചക്രവർത്തി അനുസരിക്കുമല്ലോ. ഈ ആപൽസന്ധിയിൽ നിന്നും അടിയനെ രക്ഷിക്കണേ. ധനപാല, ദ്രവ്യശുദ്ധിയും ക്രിയാശുദ്ധിയും മന്ത്രശുദ്ധിയുമുള്ള ബ്രാഹ്മണർക്ക് ധനം വേണ്ട എന്നാണ് പ്രമാണം. പക്ഷേ നാം അത്തരക്കാരനല്ല. നമുക്ക് ധനം വേണം. നാളിതുവരെയായി എന്തെങ്കിലും പാരിതോഷികം സമർപ്പിച്ച് നീ നമ്മെ പ്രീതിപ്പെടുത്തിയിട്ടുണ്ടോ? അടിയന് തെറ്റുപറ്റി. എന്റെ ജീവൻ രക്ഷിച്ചാൽ അങ്ങ് ആവശ്യപ്പെടുന്നതെന്തും അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കാം. അവിടുന്ന് ദിവ്യനല്ലേ. കാളീചരനെ പിടിക്കാനുള്ള വഴി കാട്ടിത്തന്നാലും. നിന്റെ കടമ നീ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഭയപ്പെടണ്ട, നാം നിന്നോടൊപ്പമുണ്ടാകും. ഗുരു, അങ്ങയെ മുഖം കാണിക്കാൻ തെനാലി ഗ്രാമത്തിൽ നിന്നും ഒരു പണ്ഡിതൻ കൊട്ടാര കവാടത്തിൽ കാത്തു നിൽക്കുന്നു. അതവനാണ് ആ വികടനായ പണ്ഡിതൻ. അവനെ പിടികൂടണം. മണ്ടുക, ഒരു കാരണവശാലും കൊട്ടാരത്തിനുള്ളിൽ അവൻ പ്രവേശിക്കരുത്. കവാടത്തിൽ തന്നെ തടഞ്ഞു നിർത്തുക. നാം ഇതാ എത്തുകയായി. ധനപാല, നാം ഏറ്റതല്ലേ നിന്നെ രക്ഷിക്കാമെന്ന്. നിന്റെ രക്ഷയും നമ്മുടെ ശിക്ഷയും ഇതാ ഗോപുരവാതിൽക്കൽ. അങ്ങ് പറഞ്ഞു വരുന്നത് 2 ദിവസങ്ങൾക്കുള്ളിൽ അരജസമക്ഷം സമർപ്പിക്കാൻ നിനക്കൊരു കള്ളനെ വേണ്ടേ? ഒരു കാളീചരനെ വേണം. എങ്കിലവൻ നമ്മുടെ മുൻപിൽ അവതരിച്ചിരിക്കുന്നു. ഈ വിജയനഗര സാമ്രാജ്യ കാവൽ സേന പരതുന്ന മഹാകള്ളൻ കാളീചരൻ അതാ അവിടെ നിൽപ്പുണ്ട്.
കമ്പി പോലെ നിൽക്കുന്ന തമ്പി മതിൽ കയറി ചാടാനാണ് ഉദ്ദേശം? ഏയ് കൃഷ്ണദേവരായ തിരുമനസിന്റെ കൊട്ടാര കവാടം ഇത്ര കമനീയമെങ്കിൽ ആ ദർബാർ എത്ര സുന്ദരമായിരിക്കും. അല്ലേലും അങ്ങനെയാ, പുറം കണ്ടാൽ അറിയില്ല, അകം ഇങ്ങനെ നോക്ക വിശാലമല്ലേ, വിശാലം ഒക്കെ കാണണം. ആട്ടെ, എന്താണാവോ താങ്കളുടെ നാമം? രാമൻ. രോമനോ? ഏയ് രാമൻ, പണ്ഡിതരാമൻ. ഓഹോ. തഥാചാര്യനെ ഗുരുവായി സ്വീകരിച്ച് കൊട്ടാര സദസ്സിൽ പങ്കെടുക്കാമെന്ന് കരുതി വന്നതാ. നന്നായി. അനുജ തമ്പി, രാമ, ദേ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കേ. എന്റെ കഞ്ഞിയിൽ തന്നെ നിനക്ക് പശ കാച്ചണമല്ലേ മോനെ? അതൊക്കെ പോട്ടെ, ശിഷ്യനാകാൻ തക്ക വിധത്തിൽ നിന്റെ കൈവശം സാധനമുണ്ടോ? എന്താണ്? അല്ല, ധനമുണ്ടോന്ന്. നമ്മുടെ പക്കൽ നാം രചിച്ച ഏറെ വിലപിടിപ്പുള്ള കാവ്യങ്ങളുണ്ട്. അതും ധനമല്ലേ? അതാർക്ക് വേണം പയ്യ? പണത്തിൽ മാത്രമേ ഗുരുവിന് നോട്ടമുള്ളൂ. ശരി ശരി, ഗുരു വിളിച്ചിട്ടാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ ഓ, നീയാണല്ലേ അന്ന് ഗുരുവിനെ കുളിപ്പിച്ചെടുത്തത്. പിടികിട്ടി മാമാ, പിടികിട്ടി. തെറ്റിയല്ലോ രാമ, അല്ലേ? അങ്ങനല്ലേ? അതെ. സർവ്വതും പിടികിട്ടി. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. നിനക്കുള്ള ലഡു ദാ വരുന്നു. താങ്കൾ എന്താണ് നോക്കി രസിക്കുന്നത്? ഞാൻ പുകൾപെറ്റ വിജയനഗര സാമ്രാജ്യ കൊട്ടാരം കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. ഈ കൊട്ടാരത്തിലെ ആസ്ഥാന സഭയിലെ അഷ്ടരത്നങ്ങളിൽ ഒരാൾ ആകുക എന്നത് എത്ര രോമാഞ്ചകരമാണ്, എത്ര ആനന്ദകരമാണ്. അത് സാധ്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കൊള്ളാം. അസാധ്യമായ കാര്യങ്ങളെ സ്വപ്നം കാണുന്ന പമ്പര വീട്ടി പണ്ഡിതരാമ, തൽക്കാലം നീയൊന്ന് തിരിഞ്ഞു നോക്ക്. പമ്പരെന്ന പമ്പര വിട്ടി. പണ്ഡിതരാമ, നിന്റെ ഭൂതവും വർത്തമാനവും ഭാവിയുമെല്ലാം ഇവിടെ അവസാനിക്കുന്നു. അല്ല, ഈ തഥാചാര്യൻ അവസാനിപ്പിക്കുന്നു. അബദ്ധത്തിൽ പോലും വിജയനഗരത്തിൽ കാലുകുത്താൻ ശ്രമിച്ചാൽ അത് നിന്റെ അടുത്ത തലമുറയ്ക്ക് പോലും മറക്കാനാകാത്ത ദുരന്തമായിരിക്കുമെന്ന് പറഞ്ഞത് നീ മറന്നുപോയോ? നമ്മോടുള്ള ദേഷ്യം അങ്ങ് മറന്നിരിക്കുമെന്നാ നാം കരുതിയത്. ധനപാല, അടുത്ത 2 ദിവസത്തിനുള്ളിൽ കള്ളനെ പിടികൂടാൻ നിന്നെ സഹായിക്കുമെന്ന് നാം പറഞ്ഞില്ലേ? നീ മറന്നുപോയോ? ഇവനാണ് നിങ്ങൾ തേടുന്ന കള്ളൻ. വിജയനഗര സാമ്രാജ്യത്തിലെ പെരുങ്കള്ളൻ കാളീചരൻ. അല്ല, ഞാൻ കള്ളനല്ല, ഞാൻ കാളീചരനല്ല. ഞാൻ രാമനാണ്, പണ്ഡിതരാമൻ. തഥാചാര്യരെ, അങ്ങയുടെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ പകയുടെ തീക്കനലുകൾ ആളുന്നത് ഞാൻ കാണുന്നു. ഈ പാപം പണ്ഡിതനെ ഇല്ലാതാക്കാൻ എന്തിനാ ഈ കുറുക്കു വഴി? ഞാനൊന്നും അപഹരിച്ചിട്ടില്ല. മാതംഗി ദേവിയാണ് സത്യം. എന്റെ പാഠം. നീ കള്ളനല്ലേ? കൊട്ടാരപ്പുരയിൽ സൂക്ഷിച്ചിരുന്ന ഈ സ്വർണ്ണക്കിഴി പിന്നെ എങ്ങനെയാ നിന്റെ പാഠത്തിലെത്തിയത്? ഇല്ല, എനിക്കറിയില്ല. ഇത് ഗൂഢാലോചനയാണ്. നമ്മെ ചതിക്കാനുള്ള നിങ്ങളുടെ ഗൂഢാലോചന. നിർത്തുക നിന്റെ ചാരിത്ര പ്രസംഗം. കൊള്ളയടിക്കപ്പെട്ട സ്വർണ്ണക്കിഴി നിന്നിൽ നിന്നും പിടിച്ചെടുത്തതിന് ഇവരൊക്കെ ദൃസാക്ഷികളാണ്. അല്ലേ? ഇവൻ കള്ളനാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ സാക്ഷികളല്ലേ? അല്ലേ? അതെ.
മറ്റൊരരമന വിചാരണ കൂടാതെ കൊട്ടാരം കൊള്ളയടിച്ച കാളീചരനുള്ള ശിക്ഷ നാം തന്നെ വിധിക്കുന്നു. മഹാരാജാവ് അത് ശരിവെക്കുകയും ചെയ്യും. ഇവനെ കൊണ്ടുപോയി കാട്ടിലെ ആനപ്പാതയിൽ കുഴികുത്തി കഴുത്തോളം മണ്ണിട്ട് മൂടുക. കൊമ്പന്റെ ചവിട്ടേറ്റ് ശിരസുടഞ്ഞ് ഇവൻ പെടഞ്ഞ് പെടഞ്ഞ് മരിക്കണം. അരുത്, അരുത്, അങ്ങനെ ചെയ്യരുത്. ആസ്ഥാന സദസ് അലങ്കരിക്കുവാൻ വന്ന വിദ്വാൻ ഇതാ ഇതാ വിജനമായ ആനപ്പാതയിൽ കിടന്ന് മണ്ണ് തിന്നുന്നു. കൊട്ടാരത്തിൽ ചൂടുന്നു കയറാനുള്ള രഹസ്യ തുരങ്കത്തിന്റെ പണിയിലായിരിക്കും തമ്പി. കമ്പിയുണ്ടോ തമ്പി കയ്യിൽ? പണ്ഡിതരാമ, അപരാഹ്ന സൂര്യൻ നീങ്ങുന്നത് നീ കണ്ടുവോ? ആ നിഴൽ ഈ പാതയിൽ പതിക്കുമ്പോൾ ഈ പ്രദേശമാകെ ഭീകരമായൊന്നു കുലുങ്ങും. ഒറ്റയാന്റെ വരവാണത്. കൊല വിളിച്ചെത്തുന്ന ആ കൊലക്കൊമ്പന്റെ ചവിട്ടേറ്റ് നിന്റെ തല ചന്ന ഭിന്നമാകും. ജീവിതം മായാഗ്രസ്തവും മരണം മായാമുക്തവുമല്ലേ രാമ? ഇതാ ഇവിടെ ഈ തഥാചാര്യൻ നിനക്ക് മുക്തി നൽകുന്നു. നിന്റെ മൃത്യു സത്യമാക്കുന്നു, ഉറപ്പാക്കുന്നു. ഇനി നിന്നെ ഈശ്വരന് പോലും രക്ഷിക്കാനാവില്ല രാമ. അല്ലെങ്കിൽ എവിടെ ഊരാൻ? തമ്പി വിട്ടുപോയില്ലേ? കഷ്ടം. വികട പണ്ഡിത, ഇത് നമ്മുടെ മുന്നറിയിപ്പ്. പിറന്ന നിന്റെ ഈ ജന്മത്തിലോ വരും ജന്മത്തിലോ അബദ്ധത്തിൽ പോലും നീ നമ്മെ കണ്ടുമുട്ടരുത്. ഗുരുവേ, ചിന്നവിളി കേട്ടില്ലേ? അതൊറ്റയാന്റെ വരവാണ്. ദുശകുനങ്ങൾ പതിയിരിക്കുന്ന ഈ പാതയിൽ നിന്റെ മരണമിതാ ഒരപരാഹ്ന നിഴലായി കടന്നു വരുന്നു. മതഗജത്തിന്റെ ചവിട്ടേറ്റ് തല ചതഞ്ഞരഞ്ഞു മരിക്കാൻ. അമ്മേ മാതംഗി ദേവി, അടിയന്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നു. കൃഷ്ണദേവരായരുടെ വിദ്വത്സദസ് അലങ്കരിക്കുമെന്നും ലോകമറിയുന്ന പണ്ഡിതനാകുമെന്നുമുള്ള അവിടുത്തെ വരം നിഷ്ഫലമോ ദേവി? ഇതാ ഇതാ മതയാനയുടെ ചിഹ്നം വിളി കേട്ടില്ലേ? അപരാഹ്ന നിഴലും അടുക്കാറായി. ഈ അത്യാപത്തിൽ നിന്നും ഈ സാധുവിനെ രക്ഷിക്കണേ മഹാമായേ. അമ്മേ, മൃത്യുഭയത്താൽ അടിയന്റെ ബോധം മങ്ങുന്നു.
ജനനീ ചാരുവിഭഞ്ജി വിരാജിത പാണി ജ്ഞാനാനന്ദമയീ ഗീർവാണി വേദോ ഹൃദയ വികാസകരി ശ്രീവേദസുതാംബുധിജാതേ മായേ ഇരുകൈ കൊട്ടിത്താളമുതിർത്തതരുതര നടനം ചെയ്വു മഹേഷി സ്പന്ദന ശിഥിലിത കുണ്ടല ജടിലേ സ്വാമി സ്വാമി ധ്യാനത്തിൽ നിന്നും ഉണർന്നാലും അല്ല അങ്ങെന്തിനാണ് ഇത്തരത്തിൽ കുഴിയിൽ മണ്ണ് മൂടി ധ്യാനിച്ചു നിൽക്കുന്നത്? അലക്കാരാ, എന്റെ മുതുകിൽ നിങ്ങൾക്കുള്ളതുപോലെ വലിയൊരു കൂനുണ്ട്. അത് മാത്രോ, ഈ കൂന് കാരണം നടക്കാൻ പോലും പ്രയാസമാ. അങ്ങനെ ഇരിക്കെ പരിഹാരം തേടി ഒരു ദിവ്യന്റെ കാൽക്കൽ അഭയം പ്രാപിച്ചു. അദ്ദേഹം കൂന് മാറാനുള്ള ഉപായം പറഞ്ഞു തന്നു. അതെയോ? എന്താണ് ആ ഉപായം? പറയാം. ഔഷധ മണ്ണ് നിറഞ്ഞ ഈ ആനത്താരിൽ ഈ വിധം നിന്ന് അദ്ദേഹം ഉപദേശിച്ച മന്ത്രം ചൊല്ലിയാൽ മുതുകിലെ കൂന് അപ്രത്യക്ഷമാകുമത്രേ. അപ്പോൾ ഇങ്ങനെ നിന്നാൽ എന്റെ കൂനും മാറുമല്ലേ? പിന്നെ അതിനെന്താ ഇത്ര സംശയം? ഇപ്പോൾ അങ്ങയുടെ കൂനിന് എന്തെങ്കിലും മാറ്റം? ഈ നിലയിൽ നിൽക്കുമ്പോ അതെങ്ങനെ അറിയാനാ? നമ്മെ ഈ കുഴിയിൽ നിന്ന് പുറത്തു വരാൻ സഹായിക്ക്. ദിവ്യന്റെ പ്രവചനം സത്യമാണോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ സഹായിക്കാം. എനിക്കും പ്രയോജനമുള്ള സംഗതിയല്ലേ. അത്ഭുതം, ദിവ്യാത്ഭുതം. എന്റെ കൂന് പൂർണ്ണമായും അപ്രത്യക്ഷമായി. നോക്കിയാലും ഇവിടെ ഉണ്ടോ? നോക്കേ, എന്റെ പുറം നോക്കിയാലും ഇപ്പോൾ യാതൊരുവിധ വളവുമില്ലല്ലോ. എനിക്ക് സമാധാനമായി, സന്തോഷം. നോക്ക് നോക്ക്. അതെ സ്വാമി, അതെ സ്വാമി, എല്ലാം മാറിയിരിക്കുന്നു, എല്ലാം മാറിയിരിക്കുന്നു. കൂനൻ കൂനൻ എന്ന് നാട്ടുകാരുടെ വിളി കേട്ട് ജീവിതം മടുത്തവനാ ഞാൻ. ഇതിൽ നിന്നും ഒരു മോചനം എനിക്ക് വേണം. വൈകാതെ എന്നെ ഈ കുഴിയിലിറക്കി മണ്ണ് മൂടി മന്ത്രോപദേശം നൽകിയാലും. ശരി ശരി, വരൂ വരൂ. എന്റെ കയ്യിൽ ബലമായി പിടിക്കൂ. ഓം ജഗദാംബികേ നമ, ഓം ജഗദാംബികേ നമ. ഉച്ചാടയ കൂനേ മാറിപ്പോ. ഓം ജഗദാംബികേ നമ. കൂനേ മാറിപ്പോ. ഇവനാരാ? രാമനെവിടെ? നമ്മളെല്ലാം വിഡ്ഢികളാക്കി അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. അടിയന്റെ കൂന് നിവർത്തി തരാമെന്ന് പറഞ്ഞ് അവനെന്നെ കബളിപ്പിച്ച് കടന്നു കളഞ്ഞു. യജമാനന്മാരെ, അവൻ വീണ്ടും നമ്മെ അപമാനിച്ചിരിക്കുന്നു. ഇനി അവന്റെ സർവനാശം കാണാതെ നമുക്ക് ഉറക്കമില്ല. വേഗം വേഗം, ആനക്കൂട്ടം എത്തും മുമ്പ് ഇയാളെ കുഴിയിൽ നിന്നും രക്ഷപ്പെടുത്താം. വേഗം രക്ഷപ്പെടുത്തന്നെ. ഞങ്ങൾ ഇവിടെ നിൽക്കുമല്ലേ, ഇപ്പൊ എടുക്കാം കരയിലോട്ട്. അടങ്ങ് അടങ്ങ്, മണ്ണങ്ങോട്ട് മാറ്റി, മണ്ണ് മാറ്റാൻ.
രാമനെ കാളീചരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച തഥാചാര്യന്റെ കുബുദ്ധിയെ കുശാഗ്രബുദ്ധി കൊണ്ട് മറികടന്ന തെനാലിരാമൻ മാതങ്കി കാരുണ്യത്തോടെ മരണത്തിന്റെ കരാളഹസ്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു. വിജയനഗര സാമ്രാജ്യത്തിലെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ച കാളീചരന്റെ രേഖാചിത്രം കാട്ടി വിളംബരം ചെയ്ത് തുറുങ്കലടയ്ക്കുവാൻ മഹാരാജാവ് കൽപ്പിച്ചു. ഇന്ന് മഹാരാജ കൃഷ്ണദേവരായരുടെ ആട്ടപ്പിറന്നാൾ. വിജയനഗര സാമ്രാജ്യം പിറന്നാൾ ആഘോഷ ലഹരിയിലാണ്. ഏതു വിധേനയും രാജാവിന്റെ പ്രീതി സമ്പാദിക്കുവാനുള്ള മാർഗം തേടി തെനാലിരാമൻ വേഷപ്രച്ഛന്നനായി നർത്തകരോടൊപ്പം ഉദ്യാന മണ്ഡപത്തിൽ എത്തിച്ചേർന്നു. അതിസുന്ദരം. താങ്കളുടെ ഗാനവും ഇവരുടെ നൃത്തവും നമ്മെ ആനന്ദപുളകിതനാക്കിയിരിക്കുന്നു. അടിയനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജന്മദിനം ഒരു വരദാനം തന്നെയാണ്. ഏറെ കാണാൻ കൊതിച്ച ഈ ദിവ്യരൂപം അരികിൽ നിന്ന് കാണുവാനുള്ള ഭാഗ്യം അടിയന് ലഭിച്ചു. ഇത്രയും ദൈവസൗഭാഗ്യം ലഭിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കൽ പോലും നിരൂപിച്ചില്ല. അതെ, മഹാഭാഗ്യം. അടിയന് ജന്മസാഫല്യം. ഇത്രയും ഭവ്യതയോടെ നമ്മെ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന താങ്കൾ ആരാണ്? അവിടുത്തെ കേവലനായ ഒരു പ്രജയാണ് അടിയൻ. നാമം തെനാലിരാമൻ. തിരുമനസേ, ഒരു നിമിഷം. ഇവനാണ് ആനത്താരിൽ നിന്ന് നമ്മെ കബളിപ്പിച്ച് കടന്ന കൊള്ളക്കാരൻ കാളീചരൻ. കാളീചരൻ? അതെ, കാളീചരൻ. ഇവൻ വിജയനഗരത്തിന്റെ അപമാനം. അയ്യോ, അല്ല തമ്പുരാനെ, അടിയൻ കാളീചരനല്ല, രാമനാണ്. രാമൻ,
തെനാലിൽ നിന്നും അങ്ങയെ ഒരു നോക്ക് കാണാൻ കൊതിച്ചെത്തിയ ഒരു സാധു ബ്രാഹ്മണൻ എന്നോട് പകവീട്ടാൻ ആചാര്യൻ കള്ളം പറയുകയാണ്. അല്ല തിരുമനസേ, ഇവൻ കാളീചരൻ തന്നെയാണ്. കൊട്ടാരപ്പുരയിൽ നിന്നും കൊള്ളയടിച്ച സ്വർണ്ണക്കിഴികളിൽ ഒന്ന് ഇവന്റെ ഭാണ്ഡത്തിൽ നിന്നും എടുത്തത് ഈ ഞാനാണ്. അയ്യോ, പശ്യന്ത വിജന പശ്യന്ത പിജന പശ്യധി മൂഢ ഉദര നിമിത്തം ബഹുകൃത വേഷം. ഇതൊക്കെ ഇവന്റെ വേഷം കെട്ടലാണ് തിരുമനസേ. ഈ കാളിചരനെ പരമാവധി ശിക്ഷ കൽപ്പിച്ചാലും. അയ്യോ, ഇത് നുണയാണ് തമ്പുരാനെ, തമ്പുരാനെ, ഇത് നുണയാണ്. കെട്ടിച്ചമച്ച പെരും നുണ. മാതങ്കി ദേവിയാണ് സത്യം. നിർത്തുക. ഇനി ആ നാവ് ചലിക്കരുത്. സത്യമോ മിഥ്യയോ? ആചാര്യ തഥാചാര്യ പുരോഹിതന്റെ വാക്കുകൾ നമുക്ക് വേദവാക്യമാണ്. അത് നാം അവിശ്വസിക്കുന്നില്ല. കൊട്ടാരപ്പുരയിൽ കയറി സ്വർണ്ണക്കിഴി കട്ടെടുത്ത് ഈ പെരുങ്കള്ളനെ മരണം വരെ കാരാഗൃഹത്തിൽ അടയ്ക്കുക. നിരപരാധിയാണ് എന്റെ നാഥൻ. അദ്ദേഹത്തിന് മോചനമേകിയാലും. നാം ആര്യപുത്രനെ എല്ലാ ഭാഗത്തും അന്വേഷിച്ചു. ഒടുവിൽ ദാസി പറഞ്ഞു അങ്ങ് ഇവിടെ ഉണ്ടെന്ന്. നമ്മുടെ മനസ്സ് ഏറെ കലുഷിതമാണ് റാണി. വിചാരണ കൂടാതെയുള്ള വിധി തെറ്റായിപ്പോയോ എന്നൊരു സംശയം. അതെ, അത് നമുക്കും തോന്നാതെയല്ല. അയാൾ കാളീചരനാണോ അതോ തെനാലിരാമനാണോ എന്ന് ഉറപ്പാക്കിയ ശേഷം മതിയായിരുന്നു ശിക്ഷാവിധി. സ്വച്ഛന്തമായൊന്നുറങ്ങിയിട്ട് നാളുകളേറെയായി. അപരാധബോധം ഉമിത്തി പോലെ നമ്മുടെ മനസ്സിനെ ദഹിപ്പിക്കുന്നു. തെനാലി ഗ്രാമത്തിലേക്ക് അന്വേഷണാർത്ഥം അങ്ങയുടെ വിശ്വസ്തരെ അയക്കാമായിരുന്നില്ലേ? മറ്റാരെയും വിശ്വാസമില്ലാത്തതുകൊണ്ട് മന്ത്രിയെ തന്നെ സത്യാവസ്ഥ അറിഞ്ഞു വരുവാൻ നിയോഗിച്ചു. അദ്ദേഹത്തിന്റെ വരവും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് നാം ഇവിടെ. മന്ത്രി, അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം? അങ്ങയുടെ വിധി പിഴച്ചു തമ്പുരാനെ. താങ്കൾ പറഞ്ഞു വരുന്നത്? കാരാഗ്രഹത്തിൽ അടച്ചത് കാളീചരനെ അല്ല, പിന്നെ രാമനെ. തെനാലി ഗ്രാമത്തിലെ വേദപണ്ഡിതനായ ഗാർലപതി രാമയുടെ മകൻ തെനാലി രാമനെ. പിഴച്ചുപോ നമ്മുടെ കൽപ്പന. ഒരു നിരപരാധിയെയാണല്ലോ അപരാധിയായി മുദ്ര കുത്തി നാം തുറങ്കിലടച്ചത്. മഹാരാജൻ, കാളീചരനെ ബന്ധിച്ച തടവറ തീ പിടിച്ച് കത്തി അമരുന്നു. മഹാരാജൻ, നമ്മുടെ തെനാലിരാമൻ. തിരുമനസേ, തടവറയുടെ ഇടനാഴിയിൽ അഗ്നിയും പുകയും സംഹാര താണ്ഡവമാടുന്നു. ഇതിൽപ്പെട്ടവർ രക്ഷപ്പെട്ടോ വെന്തു വെണ്ണീറായോ അറിയില്ല തമ്പുരാനെ. തെനാലിരാമൻ തീപ്പെട്ടുവോ? ബ്രഹ്മഹത്യാപാപം നമ്മയും ഗ്രസിച്ചുവോ? അഗ്നിയിൽ വെണ്ണീറായെന്നുറപ്പുള്ള ആത്മാവിന്റെ ശാപത്തിൽ നിന്നും വിജയനഗരത്തിന് മോക്ഷമുണ്ടാകില്ലേ?
സഭാപ്രമുഖന്മാരെ, ഏറെ നാളുകൾക്ക് ശേഷം ചക്രവർത്തി സഭയിൽ എഴുന്നള്ളിയ ദിവസമാണ് ഇന്ന്. മാത്രവുമല്ല, തെനാലി രാമനെ കുറിച്ചോർത്ത് ആ മനസ്സേറെ കലുഷിതവുമാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ രക്ഷാസ്തംഭമായ അങ്ങ് മനോബലം കൈവടിയാതെ ഞങ്ങളെ നയിച്ചാലും. തഥാചാര്യരെ, രാമനെ കുറിച്ചുള്ള അങ്ങയുടെ പ്രവചനത്തിൽ എങ്ങനെ പാകപ്പിഴ സംഭവിച്ചു? സംഭവിച്ചു, എവിടെയോ ഒരു താളപ്പിഴ സംഭവിച്ചു തിരുമനസേ. അതോർത്ത് അങ്ങ് വിഷമിക്കണ്ട. ഈ ബ്രഹ്മഹത്യാപാപം തീരാൻ നമ്മുടെ കയ്യിൽ പരിഹാരക്രിയകളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് നാമായിട്ട് ആവലാദികളുമായി പ്രജകളാരോ പരാതി മണി മുഴക്കുന്നുണ്ടല്ലോ. അവരകത്തേക്ക് കടത്തിവിട്ടാലോ? നിങ്ങൾക്ക് ആവലാദികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രാജസന്നിധിയിൽ ബോധിപ്പിക്കാം. മഹാരാജൻ, ഞങ്ങൾ 3 പേരും ഒരമ്മ പെറ്റ മക്കളാണ്. ഈ അടുത്ത കാലത്ത് ഞങ്ങളുടെ പിതാവ് മരണപ്പെട്ടു. മരണപ്പെടുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കളിൽ ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം ഞങ്ങൾ തുല്യമായി പങ്കുവച്ചെടുത്തു. പക്ഷേ ആ ഒരെണ്ണം മാത്രം വീതം വയ്ക്കുവാൻ കഴിയുന്നില്ല പ്രഭു. അതിനു കാരണം ഞങ്ങളുടെ പിതാവിന്റെ കൈവശമുണ്ടായിരുന്ന 17 ആനകളിൽ പകുതി എനിക്കും 1/3 പങ്ക് രണ്ടാമത്തെ സഹോദരിയായ ഇവൾക്കും, അതിൽ 1/3 പങ്ക് മൂന്നാമത്തെ ഈ സഹോദരിക്കും വീതം വയ്ക്കേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ആനകളുടെ എണ്ണം 17 ആയതുകൊണ്ട് അവയെ കൊല്ലാതെ വീതം വയ്ക്കാൻ ന്യായാധിപന്മാർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് എല്ലാ ആനകളെയും കണ്ടുകെട്ടി രാജസ്വം വക ആനപ്പാളയത്തിൽ എത്തിക്കാൻ ന്യായാധിപൻ ഉത്തരവിട്ടിരിക്കുന്നു. ഈ പ്രശ്നത്തിനൊരു പരിഹാരം നിർദ്ദേശിച്ച് ഞങ്ങളുടെ ആനകളെ വീതിച്ചു നൽകാൻ തിരുവുള്ളം കനിയണമെന്ന് അപേക്ഷിക്കുന്നു. വിജയനഗര സാമ്രാജ്യത്തിൽ നീതിക്ഷയമോ? അസാധ്യം. ന്യായം ന്യായമായി തന്നെ നടപ്പിലാക്കും. മന്ത്രി സത്തമ, ഇതിൽ എന്താണ് അങ്ങയുടെ തീർപ്പ്? ചിന്തിച്ചിട്ട് ഒരന്തവുമില്ല രാജൻ. വീതം വെക്കേണ്ടത് 17 ആനകളെ. അതിൽ പകുതി മൂത്ത സഹോദരന്, അതായത് 8.5 ആനകൾ. ബാക്കി വരുന്നതും 8.5 ആനകൾ. ഇവർ പറയുന്ന കണക്ക് വെച്ച് നോക്കിയാൽ ആനകളെ കൊല്ലാതെ വീതം വയ്ക്കുവാൻ നിർവാഹമില്ല തിരുമനസേ. ആചാര്യരെ, അങ്ങയുടെ അഭിപ്രായം? മരണപ്പെട്ട ഇവരുടെ പിതാവ് മണ്ടനല്ല പ്രഭു, അതിബുദ്ധിമാൻ. ആനകൾ രാജകൊട്ടാരത്തിന് ലഭിക്കാൻ വേണ്ടിയാണ് ആരാലും പങ്കുവെക്കാനാവാത്ത സംഖ്യ ചേർത്ത് അയാൾ വിൽപ്പത്രം എഴുതി വെച്ചത്. ആ ദീർഘവീക്ഷണത്തെ നാം ആദരിക്കേണ്ടിയിരിക്കുന്നു. ആയതിനാൽ ആനകളെ കൊട്ടാര സ്വത്തിൽ ചേർക്കാൻ ഉത്തരവിട്ടാലും തിരുമനസേ. ഇത് അനീതിയാണ്, ഇത് ന്യായവിധിയുമല്ല. പിതാവിന്റെ സ്വത്ത് വകകൾക്ക് അവകാശം മക്കൾക്കാണ്. രാജസഭയുടെ വിധിന്യായത്തെ ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ള നീ ആര്? എവിടെയോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പരദേശി. ന്യായമറിയുന്നവൻ, കരുണ ചൊരിയുന്ന ഈ രാജസഭയുടെ മേന്മ അറിയുന്നവൻ. ഈ തർക്കത്തിന് സമാധാനം കണ്ടെത്താൻ താങ്കൾക്ക് കഴിയുമോ? കഴിയും തമ്പുരാനെ. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ കടുത്ത ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും. അറിയാം ആചാര്യരെ, അങ്ങയുടെ പക്കൽ ശിക്ഷയ്ക്ക് പഞ്ഞമില്ലല്ലോ. മഹാമന്ത്രി, അവിടുന്ന് എനിക്ക് കുറച്ച് കളിയാനപ്പാവകൾ നൽകിയാലും. ഇതാ മനോഹരമായ 17 ആനകൾ നിരന്നു നിൽക്കുന്നു. ഇവർ 17 പേർ, ശരിയാണല്ലോ? അതെ, അതെ. ഇനി സങ്കടകരമായ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിലേക്കായി മഹാരാജാവ് കൊമ്പനാനപ്പുറത്ത് എഴുന്നള്ളി വരുന്നു. ഈ വരവ് കൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ? ഇല്ല. മഹാരാജാവ് തന്റെ ആനയെയും ഈ കൂട്ടത്തിൽ വെച്ച് വീതം വെക്കാൻ തീരുമാനിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് പരാതി എന്തെങ്കിലും ഉണ്ടോ? പരാതിയൊന്നുമില്ല. സാധ്യമല്ല.
തിരുമനസിന്റെ ആനയെ ഇതിൽ ചേർത്ത് വെച്ച് വീതം വെക്കാൻ നാം സമ്മതിക്കില്ല. ആചാര്യരെ, ഇവിടെ 17 ആനകൾ മാത്രമേ വീതം വെക്കുന്നുള്ളൂ. ഇപ്പോൾ മൊത്തം എത്ര ആനകൾ ഇവിടെ ഉണ്ട്? 17 ആനകൾ അല്ല, 18 ആനകൾ. ഇതിൽ മൂത്ത മകനായ നിങ്ങൾക്ക് നേർപകുതി ആനകളെ അല്ലേ വേണ്ടത്? അതെ, അതായത് 9 ആനകൾ. ഇതാ, ഈ 9 ആനകളെ സ്വീകരിച്ചാലും ഇനി രണ്ടാമത്തെ സഹോദരിക്ക് ഈ 18 എണ്ണത്തിന്റെ 1/3 ഭാഗം, അതായത് 6 ആനകൾ. ശരിയല്ലേ? അതെ, ശരിയാണ്, 6 ആനകൾ. ഇതാ സഹോദരി, നിങ്ങൾക്ക് അവകാശപ്പെട്ട 6 ആനകൾ. ഇനി ഈ ഇളയ സഹോദരിക്ക് ആ 6-ൽ 1/3 പങ്ക്, അതായത് 2 ആനകൾ. ശരിയാണല്ലോ? ആ, അതെ. ദാ, സ്വീകരിച്ചാലും. അങ്ങനെ 17 ആനകളെയും വീതിച്ച് നൽകി. ഇനി അവശേഷിക്കുന്നത് മഹാരാജാവിന്റെ ആന മാത്രമാണ്. പ്രശ്നത്തിന് തീർപ്പ് കൽപ്പിക്കാൻ മധ്യസ്ഥനായി വന്ന രാജാവ് തന്റെ ആനപ്പുറത്ത് കയറി കൊട്ടാരത്തിലേക്ക് വിടകൊള്ളുന്നു. ഇതാ അരകന്റെ ആന. നിങ്ങളുടെ പ്രശ്നത്തിന് ന്യായമായ പരിഹാരം ലഭിച്ചല്ലോ. ഇനി എന്തെങ്കിലും പരാതി? ഇല്ല, പരാതികളൊന്നുമില്ല. ഞങ്ങൾക്ക് സന്തോഷായി. തമ്പുരാനെ, ഈ ആനത്തർക്കം ഇവിടെ അവസാനിച്ചു. അഭിനന്ദനീയം, അവർണ്ണനീയം. ദുർഘടമായ ഒരു വലിയ സമസ്യയ്ക്ക് എത്ര ലാഘവത്തോടെയാണ് താങ്കൾ പരിഹാരമുണ്ടാക്കിയത്. നമ്മുടെ ആസ്ഥാന സദസ്സിന്റെ ഹൃദയം കവർന്ന താങ്കൾ ആരാണ്? ഏതു ദേശത്തു നിന്നും വരുന്നു? വെളിപ്പെടുത്തിയാലും. തമ്പുരാനെ, അടിയൻ രാമൻ, തെനാലി രാമൻ. തെനാലി രാമൻ, വിവേകമില്ലാതെ താങ്കളെ ശിക്ഷിക്കാൻ വിധിച്ചതിൽ അതിയായ ദുഃഖമുണ്ട്. പ്രായച്ചിത്തമായി നാം എന്താണ് നൽകേണ്ടത് രാമ? ഒന്നും വേണ്ട തിരുമനസ്സേ. അവിടുത്തെ ഹൃദയത്തിൽ ഒരിടം, അത് മാത്രം മതി ഈ രാമന്റെ ജീവിതം സഫലമാകാൻ. അങ്ങ് മടങ്ങി വന്നല്ലോ. ഇതിൽ പരമാനന്ദം എനിക്കെന്ത്? തെനാലിയിലെ പണ്ഡിതരത്നമേ, നിങ്ങൾക്കെന്റെ നിതാന്ത സൗഹൃദം. പുകൾപെറ്റ പണ്ഡിതരെ, കീർത്തിയാർജിച്ച വിജയനഗര വിദ്വൽ സദസ്സിലെ അഷ്ടരത്നങ്ങളിൽ തെനാലി രാമൻ ഒരപവും രത്നാലങ്കാരമായിരിക്കും. ബുദ്ധിയിൽ ഫലിതവും ഫലിതത്തിൽ കൗശലവും പ്രകടിപ്പിക്കുന്ന സകല കലാവല്ലഭനായ തെനാലി രാമനെ ആസ്ഥാന വിദൂഷക പട്ടം നൽകി നാം ആദരിക്കുന്നു. കറുത്തതും വെളുത്തതുമായ പക്ഷങ്ങൾ നിവർത്തി നാളുകൾ കടന്നുപോയി. അരമനയിൽ വിദ്വൽ സദസ് തെനാലിരാമന്റെ വരവോടെ വാദപ്രതിവാദങ്ങളുടെ വിളനിലമായി പ്രശോഭിച്ചു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പണ്ഡിതരാമന്റെ അവസരോചിതമായ ഫലിതം നമ്മെ ഏറെ സന്തോഷവതിയാക്കുന്നു. അങ്ങ് വിദൂഷക ചക്രവർത്തി തന്നെ.
അകിലും ചന്ദനവും കത്തിച്ച സുഗന്ധ പുകയേറ്റ് രാമന്റെ ഫലിതത്തിൽ മുഴുകി മധുരസമാദക ഭാവത്തോടെ ചിരിക്കുന്ന തമ്പുരാട്ടിയുടെ ഇരിപ്പ് കണ്ടില്ലേ മണ്ടൂക? ഞാൻ കണ്ടു. വല്ലാത്തൊരിരിപ്പ് തന്നെ ഗുരു, വല്ലാത്തൊരിരിപ്പ്. ഈ തെനാലി രാമനെ കാണുമ്പോൾ മഹാറാണിക്ക് എന്തൊരു തൃപ്തി. ഉണ്ടു നിറയുന്നതിന് മുമ്പേ കണ്ടു നിറഞ്ഞതുപോലെ. അല്ല, ഞാൻ അങ്ങോട്ടൊന്ന് പോയാലോ? വേണ്ട അല്ലേ? എൻ്റെ ശരീരത്തിന് അതാ നല്ലത്. നേരം വൈകുന്നു. രാമന്റെ ഫലിതം കേട്ടിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. ശരി, ബാക്കി നാളെയാകാം. ശരി തമ്പുരാട്ടി. തമ്പുരാട്ടിയുടെ വ്യഥകൾക്കൊക്കെ പരിഹാരം നൽകിയോ രാമ? അല്ല, രാജഗുരു എന്താ ഉദ്ദേശിക്കുന്നത്? ഏയ്, അങ്ങനെ ഒരു ദുരുദ്ദേശമൊന്നും ഞങ്ങളുടെ ഗുരുവിനില്ല തമ്പി. കുറച്ചു നാളായി കൊട്ടാരത്തിലും ഉദ്യാനത്തിലും ചില ചുറ്റിക്കളികൾ. മണ്ടൂകന്റെ വാക്കുകൾ അതിര് കിടക്കുന്നു. അതിര് കടക്കാതിരിക്കുന്നത് ചിലർക്ക് നല്ലത്. രാമ, മഹാരാജാവിനോട് നാം എന്താണ് പറയേണ്ടത്? ഇവിടെ കണ്ടത് എന്തും പറയാം. രാമ രാമ, അതേറ്റില്ല ഗുരുവേ. ഇവൻ വൈകാതെ വേലി ചാടുമെന്ന എനിക്ക് തോന്നുന്നത്. ചന്ദ്രനെ രാഹു ഗ്രസിക്കാൻ പോകുന്നു. അസത്യങ്ങളും ഊഹാപോഹങ്ങളും അതിവേഗം പ്രചരിക്കുന്ന നാടാണിത്. ആയതിനാൽ കണ്ടതും കേട്ടതും പിന്നെ കാണാത്തതും പറഞ്ഞു വിശ്വസിപ്പിക്കണം. ആരെയാണ് വിശ്വസിപ്പിക്കേണ്ടത്? മറ്റാരെ? തിരുമനസിനെ. മഹാറാണിയുമായി രാമന് വഴിവിട്ട ബന്ധമുണ്ടെന്ന് തിരുമനസിനെ തെറ്റിദ്ധരിപ്പിക്കണം. നിതാന്ത സൗഹൃദം കാക്കുന്ന രാമനെ സംശയിക്കണം. നമ്മുടെ സാമ്രാജ്യസേന ബദ്രി സുൽത്താനെ പരാജയപ്പെടുത്തി വിജയക്കൊടി പാറിച്ച് ഈ ശുഭവേളയിൽ അനുഗ്രഹമായി വരുന്ന ഈ മഹാനവമി ദേശമെങ്ങും വിപുലമായി കൊണ്ടാടപ്പെടണം. തിരുമനസേ, സംഗീത വിദ്വാൻമാരെ വരുത്തി ഒരു മത്സരം സംഘടിപ്പിച്ചാലോ? അതും നല്ലത്. ഇക്കുറി മാതങ്കി സന്നിധിയിൽ അരങ്ങേറുന്ന സംഗീത പൂജയിൽ ആര്യാവർത്തത്തിന് പൈതൃകമായി ലഭിച്ച അമൂല്യവും വിലമതിക്കാനാവാത്തതുമായ സെമന്തകരത്നം ദേവീചരണങ്ങളിൽ സമർപ്പിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. സെമന്തകരത്നം? തിരുമനസേ, കൊള്ളക്കാരനായ കാളിചരനെ ഇതുവരെ ബന്ധിക്കാനായില്ല. ഈ സാഹചര്യത്തിൽ വിലമതിക്കാനാകാത്ത സെമന്തകം മാതങ്കി സന്നിധിയിൽ പ്രദർശിപ്പിക്കുന്നത് ഉചിതമാണോ? ദേവീ പൂജയ്ക്ക് സെമന്തകം സമർപ്പിക്കാമെന്ന് നാം പറഞ്ഞുപോയി. ഇനി ആ വാക്ക് മാറ്റുകയോ? അത് സ്യമന്തകത്തിന്റെ സുരക്ഷാ ചുമതല ഉത്തരവാദിത്തപ്പെട്ട ആർക്കെങ്കിലും നൽകിയാൽ പോരെ? നാം ആരെയാണ് ചുമതലപ്പെടുത്തേണ്ടത്? കൗശലക്കാരനായ തെനാലിരാമൻ ഇവിടെ ഉണ്ടല്ലോ. സ്യമന്തകം ഇയാൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളും. അല്ല, അത് ആചാര്യരെ. അങ്ങനെയാവട്ടെ. ബുദ്ധിമാനും പ്രഗത്ഭനുമായ രാമനെ സെമന്തകരത്നത്തിന്റെ സംരക്ഷണ ചുമതല നാം ഏൽപ്പിക്കുന്നു. പണ്ഡിത രാമ പ്രഭു, ഈ മഹൽ സംരംഭം കേവലം ഒരു ചടങ്ങല്ല. വിജയനഗരത്തിന്റെ യശസ്സും കീർത്തിയും വാനോളമുയരുന്ന അഭിമാന മുഹൂർത്തമാണെന്നോർക്കുക. പൈതൃക സമ്പത്തായ സെമന്തകരത്നം നഷ്ടപ്പെട്ടാൽ അത് രാജ്യം നഷ്ടപ്പെടുന്നതിന് തുല്യം. ഓർമ്മയിരിക്കട്ടെ. ധനപാല, സ്യമന്തകരത്നത്തിന്റെ സുരക്ഷാ ചുമതല അവനെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ അരജൻ? ഈ സ്യമന്തകം കൊള്ളയടിക്കപ്പെട്ടാൽ തെനാലിരാമന്റെ തല പോയത് തന്നെ. അത് സാധിക്കണം. അതിന് സ്യമന്തകം മോഷണം പോകണ്ടേ? സ്യമന്തകം കൊള്ളയടിക്കപ്പെടും. ആര് മോഷ്ടിക്കും? നമ്മളോ? നമ്മളോ? അതെ.
ഏത് കുതന്ത്രം മെനഞ്ഞും സ്യമന്തകം അപഹരിക്കണം. പിന്നെ ഒരിക്കലും അടക്കമില്ലാത്ത ചതിയുടെ കുഴിയിലേക്ക് പണ്ഡിത രാമൻ വലിച്ചെറിയപ്പെടും. രാജ്യമെങ്ങും കാളീചരന് വേണ്ടിയുള്ള തെരച്ചിൽ അനസ്യൂതം തുടർന്നു. തിരസ്കരണിയുടെ മൂടുപടങ്ങളിൽ മായാവിയായി കാളീചരൻ പതുങ്ങി നിന്നു. ആരാധനയുടെയും വിദ്യാരംഭത്തിന്റെയും കലകളുടെയും ഉത്സവമായ മഹാനവമി വരികയായി. വിജയനഗര സാമ്രാജ്യം മഹാനവമി ആഘോഷങ്ങൾക്ക് ഒരുങ്ങുകയായി. കലോപാസകരായ സംഗീത പ്രതിഭകൾക്ക് സുസ്വാഗതം. നിങ്ങളുടെ മാധുര്യ ശബ്ദം കേൾക്കാൻ ആകാംക്ഷ പൂണ്ടിരിക്കുകയാണ് നാം. ഒപ്പം വിജയനഗരത്തിന്റെ മഹോന്നതിക്ക് നിദാനമായ ശ്രീ മാതംഗി ദേവി സന്നിധിയും അമൂല്യമായ സമന്തകവും തൃക്കൺ പാർക്കാനുള്ള പുണ്യദിനം കൂടിയാണിന്ന്. ഇദ്ദേഹം കൃത്തിവാസൻ. മാതംഗി സന്നിധിയിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഈ സംഗീത മത്സരത്തിൽ പ്രതിഭ തെളിയിക്കാൻ എത്തിച്ചേർന്ന കലിംഗദേശത്തിന്റെ പുകൾപെറ്റ ഗായകൻ. ഇവർ കർണാടക സംഗീതത്തിന്റെ അതുല്യ ഗായികയും ഗാനകോകിലവുമായ അനുഗ്രഹീത സംഗീതജ്ഞ കല്യാണി ദേവി. ഇവർ ഹിന്ദുസ്ഥാനി സംഗീതത്തിലും കർണാടക സംഗീതത്തിലും ലളിത സംഗീതത്തിലും വിജയക്കൊടി പാറിച്ച ഗായിക ഗായത്രി ദേവി. ഈ അതുല്യ ഗായകരിൽ ആരുടെ സ്വരപൂജിത ശബ്ദ സൗന്ദര്യമേറ്റാണ് സെമന്തകരത്നം പ്രകാശിക്കുന്നത്, ആ വ്യക്തിയെ ആസ്ഥാന ഗായക പട്ടം നൽകി നാം ആദരിക്കും. മാണിക്യ വീണാമുപലാളയന്തി മദാലസ മഞ്ജുള വാഗ്വിലാസ മാഹേന്ദ്ര നീലദ്യുതി കോമളാംഗി മാതംഗ കന്യാ മനസാ സ്മരാമി ചതുർഭുജേ ചന്ദ്രകലാവദംസേ കുജോന്നതേ കുങ്കുമരാഗശോണേ പുണ്ട്രേഷു പാശാങ്കുശ പുഷ്പബാണഹസ്തേ നമസ്തേ ജഗദൈവമാതക. സംഗീതധാര ആരംഭിക്കാം. രാഗഭാവമേളനം സ്വരം മോദദായകം സ്നേഹഗീതലാലനം മൃദു ഗാനവൈഭവം ശ്രുതി ചേർന്ന നാദമായി തമ്പുരു നവഭാവസാന്ദ്രമായി സന്നിധി ശ്രുതി ചേർന്ന നാദമായി തമ്പുരു നവഭാവസാന്ദ്രമായി സന്നിധി ഗമധനി സരി ഗമധനി സരി ഗമധനി സനിധ മഗരി സ.
സംഗീതമാതങ്കി സാരാംശ സങ്കീർത്തനം ഇത്രയും കവച സുരക്ഷിതമായ കൊട്ടാരത്തിനുള്ളിൽ സെമന്തകം കവർന്ന ആ പരുന്ത് അതെവിടെ നിന്നെത്തി? സെമന്തകത്തിന്റെ സംരക്ഷണ ചുമതല പണ്ഡിതരാമ അത് താങ്കൾക്കല്ലേ? അയ്യോ, തിരുവുള്ളക്കേടുണ്ടാകരുത് തിരുമനസ്. കേവലം ഒരു പരുന്ത് സെമന്തകം കവരുമെന്ന് സ്വപ്നേബി അടിയൻ ചിന്തിച്ചില്ല. ഇത് വെറും ഒരു പരുന്തിന്റെ സാഹസമല്ല. ഈ കവർച്ചയ്ക്ക് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് തമ്പുരാനെ. ഗൂഢാലോചനയോ? അതെ, കേൾക്കുമ്പോൾ ഏറെ വൈരുദ്ധ്യവും യുക്തിസഹജവുമല്ലെങ്കിലും സത്യം ഇതാണ്. പറവയെ പാറിച്ച് രത്നം അപഹരിച്ച വക്രബുദ്ധിയുടെ തലച്ചോറ് ഇവിടെ ഈ രാജസഭയിൽ മറഞ്ഞു നിൽപ്പുണ്ട് തിരുമനസേ.
വിദഗ്ധമായി പരിശീലിപ്പിച്ച പരുന്തിനെ കൊണ്ട് രത്നം കവർന്നെടുത്തത് ദേ ഇവരിലൊരാളാണ്. എന്ത് അസംബന്ധമാണ് ഇയാൾ പറയുന്നത്? ഇത് നമ്മുടെ അതിഥികളെ അപമാനിക്കലല്ലേ? ഇയാളുടെ മനോനില തകർന്നിരിക്കുന്നു മഹാരാജൻ. ഇവനാണോ നമ്മുടെ വിദ്വൽ സദസ്സിലെ ബുദ്ധിമാൻ, കൗശലക്കാരൻ, കൗടില്യൻ? ഈ മോഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ച തലച്ചോർ ഇവന്റെയാണ്. ഇവനാണ് ശരിയായ കള്ളൻ. ഇവനാണ് ശരിയായ കള്ളൻ. ഈ രാമന് കഠിനമായ ശിക്ഷ ഇപ്പോൾ തന്നെ നൽകിയാലും. തെനാലി രാമ, ഈ പറയുന്നത് നാം ശരിവെക്കണമോ? ഇതിനെന്താ മറുപടി? മഹാരാജൻ, നഷ്ടപ്പെട്ട രത്നത്തിന്റെ സുരക്ഷ എന്നിലായിരുന്നു. അത് തിരിച്ചേൽപ്പിക്കേണ്ട ഉത്തരവാദിത്വവും എനിക്കാണ്. നാളെ സൂര്യാസ്തമനത്തിന് മുൻപ് രത്നം കണ്ടെടുത്ത് അവിടുത്തെ തൃക്കൈയിൽ സമർപ്പിച്ചിരിക്കും. മാതങ്കി ദേവിയാണ് സത്യം. രാമനെ നമുക്ക് വിശ്വസിക്കാമോ? അവിടെ നിന്നെ വിശ്വസിച്ചാലും ഇവരിൽ ഒരാളാണ് ആ പെരുങ്കള്ളൻ. അടിയനത് തെളിയിക്കും. പരുന്തും കവർന്നെടുത്ത രത്നവുമായി മോഷ്ടാവ് രക്ഷപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഇന്ന് ഈ സഭയിൽ പങ്കെടുത്ത ഒരാളെയും കൊട്ടാര കവാടം വിട്ടുപോകാൻ അങ്ങ് അനുവദിക്കരുത്. ശരി, നിങ്ങൾ അതിഥി മന്ദിരത്തിലേക്ക് മടങ്ങിയാലും ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് വരെ അതിഥി മന്ദിരം വിട്ട് പുറത്തേക്ക് പോകരുത്. പണ്ഡിതരാമ, താങ്കൾക്ക് ഒരു നാൾ കൂടി നാം അനുവദിച്ചിരിക്കുന്നു. നാളെ നവമി പൂജയ്ക്ക് തൊട്ടു മുമ്പ് സെമന്തകരത്നം നമുക്ക് ലഭിച്ചിരിക്കണം. മറിച്ചാണെങ്കിൽ വിജയനഗര സാമ്രാട്ടായ കൃഷ്ണദേവരായർ കൽപ്പിക്കുന്നു, നാളത്തെ സൂര്യാസ്തമയം രാമന്റെ അവസാനമായിരിക്കും. പഞ്ചഭൂതങ്ങൾ അലിഞ്ഞൊന്നായ ആ പാതിരാവ് വിറങ്ങലിച്ചു. കഥാചാര്യന്റെ കാട് കയറിയ മനസ്സിൽ ഗുണനഹരണങ്ങൾ നടന്നു. തന്ത്രവും കുതന്ത്രവുമായി രാത്രി കരിമ്പടം പുതച്ച് പതുങ്ങി നിന്നു. തെനാലിരാമൻ എവിടെ? എവിടെ? അവൻ വരില്ല. അവൻ വരില്ല തിരുമനസേ. നീചനും കള്ളനും ദുഷ്ടനുമാണവൻ. അവന് സമയം അനുവദിച്ചത് അങ്ങയുടെ തെറ്റ്. അവൻ എപ്പോഴേ വിജയനഗരം കടന്ന് രക്ഷപ്പെട്ടിരിക്കും. മഹാരാജാവ് നീണാൽ വാഴട്ടെ. രാമ, സെമന്തകരത്നം എവിടെ? മഹാരാജൻ, തെല്ലുനേരത്തിനുള്ളിൽ സമന്തകവും അത് കവർന്നെടുത്ത കള്ളനെയും അങ്ങ് തിരിച്ചറിയും. അല്ല തിരുമനസേ, നമ്മുടെ ഗായകരായ അതിഥികൾ എവിടെ? അവരെ കൂടി ക്ഷണിച്ചാലും. അല്ല, ഈ മോഷണത്തിൽ എന്തെങ്കിലും പങ്ക്? അയ്യോ, മഹാപാപം പറയുന്നു. മനസ്സാ വാച കർമ്മണ ഞാൻ അറിഞ്ഞതല്ല. ശരി ശരി, ഞാൻ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾ? അയ്യോ, നോക്കു മഹാരാജൻ, ഇദ്ദേഹം എന്നെ കള്ളിയാക്കുന്നത് കണ്ടില്ലേ? സരസ്വതി കടാക്ഷം ലഭിച്ച ഒരു ഗായികയാണ് ഞാൻ. ഉത്തമയായ ഒരു കലാകാരി എങ്ങനെ കള്ളിയാകും? അയ്യോ, അവധി കരയരുത്. ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. നമുക്ക് തെറ്റുപറ്റിയതാകാം. അതെ, കരയാതിരിക്കൂ ഭവതി. ഓ, നമ്മുടെ അതിഥികളെ അപമാനിക്കുന്നതിനൊരു അതിരില്ലേ? ഈ വിചാരണ നിർത്തിവെച്ച് പണ്ഡിതരാമന് വധശിക്ഷ വിധിക്കണം തിരുമനസേ. നമ്മെ ഒടുക്കുവാൻ ആചാര്യന് വല്ലാത്ത തിടുക്കമാണല്ലോ.
പകല് തീരാൻ ഇനിയും സമയമുണ്ടല്ലോ. നാം ഇദ്ദേഹത്തോടും ഒന്ന് തിരക്കട്ടെ. ഇദ്ദേഹം എന്തെങ്കിലും സൂചന തന്നാലോ? ഓഹോ, നമ്മെയും അവിശ്വസിക്കുന്നുവോ? രാമ, കൃത്തിവാസൻ എന്ന നാം ലോകമറിയുന്ന ഗായകനാണെന്ന് ഓർക്കുക. മഹാരാജൻ, ഇവനാണ് സമന്തകം കട്ട കള്ളൻ. ഇവനാണ് വിജയനഗരം തലയ്ക്ക് വില പറഞ്ഞ കാളീചരൻ. കാളീചരൻ? അതെ, പരിശീലനം സിദ്ധിപ്പിച്ച പറവയെ വരുത്തി രത്നം അപഹരിച്ച പെരുങ്കള്ളൻ. ഇന്നലെ ഗാനാവസാനം അത്യുച്ചത്തിൽ ഇയാൾ ഉടുക്കു കൊട്ടിയത് അങ്ങ് കേട്ടിരുന്നില്ലേ? ഈ ഉടുക്കിന്റെ നാദം കേട്ടാൽ പരിശീലനം സിദ്ധിച്ച പരുന്ത് ഇയാൾക്കരികിലെത്തും. പിന്നെ ഇയാൾ ചൂണ്ടുന്ന ദിക്കിൽ തിളക്കമേറിയതെന്തും കൊത്തിയെടുത്ത് ഇവന്റെ അറയിലെത്തിക്കും. മഹാരാജൻ, ഈ മോഷണ പരമ്പര ഏറെ വിചിത്രവും അവിശ്വസനീയവുമായി അങ്ങേക്ക് തോന്നുന്നുവല്ലേ? കാളീചരൻ, സമന്തകരത്നം നീ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? എന്റെ അറയിലുണ്ട് തിരുമനസ്. ഇവനെ കൊണ്ടുപോകുക, സമന്തകം കണ്ടെടുക്കുക. വിജയനഗരത്തെ മുൾമുനയിൽ നിർത്തിയ ഈ കാളീചരനെ ആജീവനാന്തം കാരാഗൃഹത്തിൽ അടയ്ക്കുക. തെനാലിയിലെ പണ്ഡിത മാണിക്യമേ, നിങ്ങൾക്കെന്റെ നിതാന്ത സഖ്യം. അമ്മേ മാതംഗി ദേവി, ഇതിൽ പരം സൗഭാഗ്യം അടിയൻ എന്ത് വേണ്ടു? തഥാചാര്യരെ, തെനാലി രാമനെ കുറിച്ചുള്ള അങ്ങയുടെ അവിശ്വാസം അസ്ഥാനത്തായത് കണ്ടില്ലേ? രാമൻ വിജയനഗര സാമ്രാജ്യത്തിന്റെ പൈതൃക രക്ഷകൻ മാത്രമല്ല, നമ്മുടെ അഭിമാനവും യശസ്സും സംരക്ഷിച്ച രാജ്യരക്ഷകൻ കൂടിയാണ്. അങ്ങയുടെ ബുദ്ധിവൈഭവത്തിന് മുന്നിൽ നാം പ്രണമിക്കുന്നു. ആയതിനാൽ കൊട്ടാര വിദ്വൽ സദസ്സിലെ അഷ്ടദിഗ്ഗജന്മാരിൽ പ്രമുഖനായി തെനാലി രാമനെ നാം അവരോധിക്കുന്നു. അറുപത്തിനാല് കള്ളിയിലും 64 വിധം അശ്വത്തെ നിയന്ത്രിച്ച തഥാചാര്യൻ തെനാലിരാമനോട് അടിയറവ് പറഞ്ഞിരിക്കുന്നു. നാളുകളേറെ കഴിഞ്ഞു. തെനാലിരാമനും മഹാരാജാവും നിതാന്ത സൗഹൃദത്തിൽ കഴിഞ്ഞു വന്നു. തന്റെ പദവിക്കിളക്കം സൃഷ്ടിച്ച തെനാലിരാമനെ ഉന്മൂലനം ചെയ്യാൻ പുതിയ കരുക്കളുമായി തഥാചാര്യൻ വീണ്ടും ഇരുളറയിലേക്ക്. രാമൻ ഇവിടെ ദയ അർഹിക്കുന്നില്ല. ഇത്രയേറെ അപമാനം നാം അനുഭവിച്ചിട്ടില്ല. ശരിയാണ് ഗുരുവേ. കൊട്ടാരത്തിൽ അധികാരമില്ലാത്ത കളിപ്പാവകളായി മാറി നമ്മളൊക്കെ. എന്തോ ചെയ്യാന്, മൃഷ്ടാന ഉണ്ടുറങ്ങി അച്ചിക്കൂട്ടവും ആനപ്പെരുമയും പറഞ്ഞ് ആയുഷ്കാലം മുഴുവൻ മെയ് അനങ്ങാതെ ജീവിക്കാമെന്ന് വെച്ചപ്പോ രാമനൊട്ട് സമ്മതിക്കുന്നുമില്ല. കയ്യിട്ട് വാരുന്ന സുഖം അതൊരു സുഖം തന്നെയാണ്. പിന്നെ
എല്ലാ സുഖവും പോയി. സമസ്ത മേഖലയും രാമൻ പൂട്ടിയില്ലേ? രാമന്റെ ഫലിതത്തിൽ വീണ് കിടക്കുകയല്ലേ തമ്പുരാട്ടി. രാമൻ പറയുന്നതേ തമ്പുരാട്ടി കേൾക്കൂ, തമ്പുരാട്ടി പറയുന്നതേ തമ്പുരാൻ കേൾക്കൂ. അങ്ങോട്ടും പിന്നെ ഇങ്ങോട്ടും പിന്നെ എങ്ങോട്ടും. എനിക്കറിയില്ല എങ്ങോട്ട് പോകണമെന്ന്. ഇനി എന്തോ ചെയ്യും? മാവടക്ക്. ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇതിന് പകരം വീട്ടിയേ മതിയാകൂ. മഹാരാജാവ് നായാട്ടിന് പോയിരിക്കല്ലേ? അതെ, നാളെ മടങ്ങിയെത്തുമെന്നാണ് കേൾവി. നാളത്തെ മഹാരാജാവിന്റെ പ്രത്യാഗമനം പണ്ഡിതരാമന്റെ ഉന്മൂലനാശമാകണം. അതെ, നാളെ മഹാരാജാവ് അന്തപുരത്തിലെത്തുന്നതിന് മുമ്പ് തെനാലിരാമനെ ഏത് തന്ത്രം പ്രയോഗിച്ചും മഹാറാണിയുടെ പള്ളിയറയിൽ എത്തിക്കണം. സുഖിപ്പിച്ച് കൊല്ലാനായിരിക്കും. നാം പറയുന്നതനുസരിക്കുക. മഹാറാണി അടിയന്തരമായി രാമനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവനെ പള്ളിയറയിലെത്തിക്കുക. ശേഷം ചിന്ത്യം. നാളെ അമാവാസിയാണ്. ദശാസന്ധിയുടെ ദ്രുതമാറ്റം. നിന്നിൽ ജീവൻ അപഹരിക്കുന്ന പടുകാലം ആയതിനാൽ നാളെ അമാവാസി തീരും വരെ ഈ കൊട്ടാര കവാടം വിട്ട് എങ്ങും പോകരുത്. ദുശകുനങ്ങൾ പതിയിരിക്കുന്ന പാതയിൽ മൃത്യുണ്ട്. സൂക്ഷിക്കുക. എന്റെ പൊന്ന് രാമ, ഇങ്ങോട്ട് വാ ധൈര്യമായിട്ട്. ഞാനില്ലേ കൂടെ. മണ്ടൂക, മഹാറാണി അടിയന്തരമായി നമ്മെ കാണണമെന്ന് പറഞ്ഞത് എന്തിനായിരിക്കാം? റാണിക്ക് അസഹ്യമായ തലവേദനയാണ് പോലും. രാമനെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞു. ചിലപ്പോ രാമന്റെ ഫലിതം കേട്ടാൽ ആശ്വാസം കിട്ടുമായിരിക്കും. വൈകണ്ട, ചെല്ല് ചെല്ല്, കയറി ചെല്ല്. എങ്കിലും ധൈര്യമായി ചെല്ല്, ഞാൻ പുറത്ത് തന്നെ ഉണ്ടല്ലോ. എല്ലാം ഭദ്രമാ ഗുരുവേ. അങ്ങ് പറഞ്ഞതുപോലെ തെനാലിരാമനെ പള്ളിയറയ്ക്കുള്ളിലാക്കി വാതിൽ ചാരിയിട്ടുണ്ട്. ഇതാ അതിരുകാക്കുന്ന അരജൻ അരമനയിൽ അടിതെറ്റി വീഴാൻ പോകുന്നു. മഹാരാജാവ് എഴുന്നള്ളുന്നു. നമുക്ക് മറഞ്ഞു നിൽക്കാം.
അകത്താരാണ്? അങ്ങ് കഴിഞ്ഞാൽ പള്ളിയറയിൽ പ്രവേശിക്കാൻ കഴിയുന്നവൻ ആ കൗശലക്കാരനല്ലേ, തെനാലിരാമൻ. രാമനോ? മഹാരാജാവിനേക്കാളും കീർത്തിമാനും ചെറുപ്പക്കാരനുമായ രാമനോട് മഹാറാണിക്ക് തെല്ലൊരാരാധന തോന്നിക്കൂടെ രാജൻ? രാജൻ, ഈ അരമന രഹസ്യം അങ്ങാടിയിൽ പാട്ടാണ്. രാമ, ആത്മസുഹൃത്തായി നാം കൽപ്പിച്ച നീ ഇത്ര ചതിയനും വിശ്വാസവഞ്ചകനുമാണോ? നമ്മുടെ രാജ്ഞിയുമായി നിനക്കെന്താ ബന്ധം? പൊന്നു തമ്പുരാനെ, എന്റെ നേർവങ്ങളെ പോലെ മാതങ്കി ദേവിയെ പോലെ അടിയൻ കരുതുന്ന തമ്പുരാട്ടിയുമായി അരുതാത്ത ബന്ധമുണ്ടെന്ന് അങ്ങ് സംശയിക്കരുതേ. സംശയിക്കരുത്. അപമാനത്താലും മനോദുഃഖത്താലും ഹൃദയം പിളർക്കുന്ന വേദന നമുക്ക് സഹിക്കാനാകുന്നില്ല. നിന്നെ നാം വല്ലാതെ സ്നേഹിച്ചു പോയി. കൊല്ലുന്നില്ല. പോ, നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കാതെ കടന്നു പോ. അടിയന് പടുകാലമെന്ന് ദേവി പറഞ്ഞത് ശരിയാകുന്നുവോ? തിരുവരസേ, ഒരു നാൾ കൂടി കൊട്ടാരത്തിൽ കഴിയാൻ നമ്മെ അനുവദിക്കണം. നിരപരാധിത്വം തെളിയിച്ച് മടങ്ങിപ്പോകാൻ അടിയന് ഒരു അവസരം കൂടി. ഇല്ല, ഇനി കൗശലക്കാരനായ തെന്നാലി രാമന്റെ മുഖം നമുക്ക് കാണണ്ട. അയ്യോ, ഈ ചതിയന് വിജയനഗരത്തിൽ നിന്നും ഈ ക്ഷണം നാട് കടത്തുക.
അസഹ്യമായ വേദന എന്റെ ഞരമ്പുകളിൽ പുണരുന്നു. അമ്മേ, ഞാൻ ഭയപ്പെട്ട അപകടം ഇത്രത്തോളം രൂക്ഷമായിരുന്നു. കാലം നമ്മെ ഇത്രത്തോളം പ്രഹരിച്ചുവോ ദേവി? തെന്നാലിയിലെ പാമരനായ അടിയനെ മഹാപണ്ഡിതനാക്കിയ എന്റെ മാതങ്കി ദേവിയെ ഒരു മാത്ര ദർശിക്കും വരെയെങ്കിലും ഈ ശരീരത്തിൽ ജീവൻ അവശേഷിക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കണേ. അമ്മേ, ഉഗ്രവിഷം കയറി കണ്ണുകൾ മങ്ങുന്നെങ്കിലും ഇപ്പോൾ അമ്മേ, അടിയന്റെ തലമുകളിൽ ആകാശമില്ല, ഗ്രഹതാരകങ്ങളുമില്ല, കാൽച്ചുവട്ടിൽ മണ്ണ് പോലുമില്ല, ഒന്നുമില്ല. ഉള്ളതൊന്നു മാത്രം, വിശ്വമാതങ്കിയുടെ ദിവ്യപ്രകാശം മാത്രം. രാമ, നമുക്ക് തെറ്റുപറ്റിപ്പോയി. ഇതൊക്കെ തഥാചാര്യന്റെ ചതിയായിരുന്നു എന്നറിയാൻ വൈകിപ്പോയി. താങ്കളെ സംശയിച്ച ഈ കൃഷ്ണദേവരായ മഹാപാപിയാണ്. നമ്മോട് ക്ഷമിച്ചാലും. പൊന്നു തമ്പുരാനെ, അവസാനമായ ഒരു ആഗ്രഹം കൂടി അടിയുന്നുണ്ടായിരുന്നു. മരണം എന്നെ മാടി വിളിക്കുമ്പോ ആ നേരം ഒന്ന് യാത്ര ചോദിക്കാൻ, ഒന്ന് കാണാൻ, ഒരു നിമിഷം അങ്ങ് എൻ്റെ അരികിലുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചു. അവിടുന്ന് വരികയും ചെയ്തു. ഇതിൽ പരം പുണ്യം എന്താണ് എനിക്ക്? രാമ, രാമ, രാമ. തമ്പുരാനെ, എല്ലാം ഭംഗിയായി അവസാനിക്കുന്നു തമ്പുരാനെ. മൃത്യുവിന്റെ കരങ്ങളിലേക്ക് അടിയനങ്ങ് പോവുകയാ. മാതങ്കി ദേവി, അടിയന്റെ ആത്മാവിനെ സ്വീകരിച്ച മരണനേരത്തെ മനം മറിച്ചിലോ സത്യമോ? സവികൽപ്പ സമാധിയുടെ അത്യപൂർവ ധാരയിലൂടെ നിന്നിലെ ജീവാത്മാവ് നമ്മുടെ ഈശ്വര ചേതനയുമായി ലയിക്കട്ടെ. പൂനിലാവിന്റെ ചിലങ്ക കെട്ടി നമ്മുടെ സന്നിധിയിലേക്ക് പ്രവേശിച്ചാലും. ശുഭം ദേവി ജനനീ ചാരു വിഭഞ്ജി വിരാജിത പാണി ജ്ഞാനാനന്ദമയീ ഗീർവാണി വേദോ ഹൃദയ വികാ
വിലാസകരി ശ്രീവേദസുതാംബുധിജാതേ മായേ. അന്തഛിദ്രവും വിഘടനവാദവും രാജ്യദ്രോഹവും നടത്തുന്ന അഭിനവ തഥാചാര്യന്മാരെ നിലയ്ക്ക് നിർത്താൻ രാമന്മാർ ഇനിയും പിറവികൊള്ളും. പല നാമത്തിൽ പല രൂപത്തിൽ തെനാലി രാമന്മാർ ഇനിയും ഉദയം കൊള്ളും. കലിത മനോഹര നർത്തന ലസിതേ ഇരുകൈ കൊട്ടിത്താളമുതിർത്തരുതര നടനം ചെയ്വു മഹേഷി സ്പന്ദന ശിഥിലിത